കേരളത്തിലേക്ക് വരുന്നതിനുള്ള സുരക്ഷാ ചിലവ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് PDP നേതാവ് അബ്ദുൽ നാസർ മദനി സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. അതേസമയം യാത്രയുടെ ചിലവ് കുറയ്ക്കാൻ ആകില്ലെന്ന് കർണാടക സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ലഭിച്ച അബ്ദുൽ നാസർ മദനിക്ക് കേരളത്തിലേക്കുള്ള യാത്രയിൽ സുരക്ഷയൊരുക്കാൻ 60 ലക്ഷം രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക സർക്കാർ കത്ത് നൽകിയിരുന്നു. 82 ദിവസത്തെ യാത്രയ്ക്ക് 20 പോലീസുകാർ അകമ്പടി പോകുന്നതിനാണ് തുക ആവശ്യപ്പെട്ടത്. ഇതിൽ ഇളവ് തേടി മദനി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിലാണ് കർണാടക പോലീസിന്റെ സത്യവാങ്മൂലം. യാത്രയിൽ അകമ്പടി പോകുന്ന പോലീസുകാരുടെ എണ്ണവും ചെലവും കുറയ്ക്കാൻ കഴിയില്ലെന്ന് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. യതീഷ് ചന്ദ്ര IPSന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അകമ്പടി സംബന്ധിച്ച ശുപാർശ തയ്യാറാക്കിയത്. ഈ സംഘം കേരളം സന്ദർശിച്ചാണ് ശുപാർശ തയ്യാറാക്കിയതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. കർണാടക ഭീകരവിരുദ്ധ സെല്ലാണ് സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകിയത്. ഏപ്രിൽ 17-നാണ് അബ്ദുൽ നാസർ മദനിക്ക് കേരളത്തിലേക്ക് പോകാൻ സുപ്രീം കോടതി ജാമ്യവ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചത്. കർണാടക പോലീസിന്റെ സുരക്ഷയിലായിരിക്കണം കേരളത്തിലേക്ക് പോകേണ്ടതെന്നും അതിന്റെ ചെലവ് മദനി തന്നെ വഹിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. എറണാകുളത്ത് പിതാവിനെ കാണുന്നതിനും ആയുർവേദ ചികിത്സയ്ക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് മദനി ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി സുപ്രീം കോടതിയെ സമീപിച്ചത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.